നമ്മുടെ മുൻവിധി, ഇഷ്ടാനിഷ്ടങ്ങൾ, ശീലങ്ങൾ ഇങ്ങനെയുള്ള ഇതിൽ ബന്ധിച്ച് കിടക്കുകയാണ്. അപ്പോൾ ആധ്യാത്മികതയിലുള്ള ആ സ്വാതന്ത്ര്യമോ ആനന്ദമോ നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നില്ല. കാരണം വീണ്ടും നമ്മൾ അപ്പോൾ ഉള്ള രുചിയുടെ പുറകെ പോവുകയാണ്. പായസത്തിൽ ഉപ്പിട്ട് കുടിക്കുമ്പോൾ എങ്ങനെ ഇരിക്കും? അവ ഉപ്പിൻ്റെ രുചിയല്ലേ വരത്തുള്ളൂ. അപ്പം അതുപോലെ നമുക്ക് ഈ ഇഷ്ടാനിഷ്ടങ്ങളാണ് ഉപ്പ് ചേർത്തിരിക്കുക, മറ്റ് ആസ്വദിക്കാൻ പറ്റത്തുമില്ല. നമ്മൾ സ്വയം സൃഷ്ടിച്ച ശീലങ്ങളാണ്. അതിൽ നിന്ന് മുക്തരാകാൻ അത്ര എളുപ്പമല്ല. അത് നമ്മൾ ആത്മാവാണ് എന്ന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയാലും മറ്റേ ഈ ശരീരമനോബലത്തിലേക്ക് മനസ്സ് പോകത്തുള്ളൂ. ഒരു ഗുരുകുലത്തിൽ നിന്ന് 2 കുട്ടികളെ, ബ്രഹ്മചാരികളെ സാധനം മേടിക്കാൻ വിട്ടു. തിരിച്ചു വന്നപ്പോൾ രണ്ടുപേരുടെ മുഖം ഇങ്ങനെ വീർത്തിരിക്കുന്നു. ഗുരു എന്താ നിന്റെ അങ്ങനെ മുഖം ഇങ്ങനെ വലണ്ടിരിക്കുന്നു? അത് ഇവൻ എന്നെ അടിച്ചു. അതുകൊണ്ട് മറ്റേ ബ്രഹ്മയുടെ നീന്തട അടിക്കാൻ കാണാം. അത് അവൻ എന്നെ കുരങ്ങിയെന്ന് വിളിച്ചു, അതുകൊണ്ട് ഞാൻ അടിച്ചത്. അപ്പോൾ ഗുരു ഇങ്ങനെ 20 വർഷം കൊണ്ട് നീ മനസ്സല്ല, ബുദ്ധിയല്ല, പുണ്യമല്ല, പാപമല്ല, ശരീരമല്ല, ആത്മാവാണെന്ന് നിരന്തരം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അത് ഒരു പ്രാവശ്യം നീ വിശ്വസിച്ചില്ലല്ലോ. അവൻ ഒറ്റ പ്രാവശ്യം കുരങ്ങിയെന്ന് വിളിച്ചപ്പോൾ നീ വിശ്വസിക്കുകയും തിരിച്ചടിക്കുകയും ചെയ്തു. നീ കുരങ്ങല്ലല്ലോ, നീ ആത്മാവല്ലേ. പക്ഷെ ഇതുപോലെ നമ്മൾ എത്ര ശ്രവണമന വ്യത്യാസം ചെയ്താലും ഈ വാസന, നമ്മുടെ ഈ പൂർവ്വ സംസ്കാരം ഉണ്ടല്ലോ, അതങ്ങോട്ട് മുൻപേ വരും. നമ്മുടെ മാർഗത്തിലെ തടസ്സം നമുക്ക് കാണിച്ചു തരികയും അവയെ തരണം ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്ന ആളാണ് ഗുരു. ദുശീലങ്ങൾ മൃദുവായ മെത്തയെ പോലാണെന്ന് പറയും. അതിൽ കയറി കിടക്കാൻ നല്ല സുഖമാണ്. അതിൽ നിന്ന് ഉണർന്നെണീക്കാൻ ആർക്കും ഇഷ്ടമുണ്ടാകില്ല. ഒരാളെ കട്ടിലിൽ തന്നെ കിടന്നുകൊണ്ട് കിടക്കെ കിടന്ന് ഉറക്കത്തിൽ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്, ഭഗവാനെ, ഞാൻ ഇന്നത്തെ ദിവസം ആരെയും ഉപദ്രവിച്ചിട്ടില്ല, ആരുടെയും കയ്യിൽ നിന്നും പിടിച്ച് അരച്ചെടുത്തില്ല, സേറ്റ് വലിക്കുകയോ കള്ള് കുടിക്കുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അവിടെ നിന്ന് എൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചെന്ന് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കിടക്കെ കിടന്നുകൊണ്ട്. ഭാര്യ അടുത്തിരിപ്പുണ്ട്. പ്രാർത്ഥന കേട്ടപ്പോൾ അടുത്തുനിന്ന് ഭാര്യ ഭഗവാനോട് പറയുകയാണ്, എൻ്റെ ഭർത്താവ് പറഞ്ഞത് വളരെ ശരിയാണ് ഭഗവാനെ, എന്നാൽ അതിൻ്റെ കാരണം കൂടി ഞാൻ പറയാം. അദ്ദേഹം ഇപ്പോഴും ഉറക്കം കഴിഞ്ഞ് കിടക്കയെന്ന് എഴുന്നേറ്റിട്ടില്ല. അദ്ദേഹം കിടക്കെ കിടന്നുകൊണ്ടാണ് ഇന്നത്തെ ദിവസം ഞാൻ ആരോഗ്യം ചെയ്തിട്ടില്ല, ഇങ്ങനെ ചെയ്തിട്ടില്ല, അങ്ങനെ ചെയ്തിട്ടെന്ന് പറയും. നമ്മുടെ വീട്ടിലൊരു വാടകയ്ക്ക് ഒരാൾ താമസിക്കാൻ വന്നാൽ ഉടനെ നമ്മൾ വാടക കൊടുക്കില്ല. ഒരു വീട്ടിൽ വാടകക്കാരൻ താമസിക്കുന്നതിന് മുമ്പ് അയാൾ എങ്ങനെയുള്ള ആളാണെന്നൊക്കെ നമ്മൾ അന്വേഷിച്ച് അറിയേണ്ടതുണ്ട്. അയാളുടെ സ്വഭാവം എങ്ങനെയാണ്, വാടകക്കാരനുള്ള വരുമാനം അയാൾക്കുണ്ടോ, നമുക്ക് ആവശ്യം വരുമ്പോൾ അയാൾ വീട് വഴി തരുമോ, ഇയാൾ നേരത്തെ വാടകയ്ക്ക് താമസിച്ച വീട്ടിൽ എങ്ങനെയായിരുന്നു, അയാൾ പ്രശ്നം വല്ലതും ഉണ്ടാക്കിയോ, അഴക്കിട്ടോ, കറക്റ്റ് വാടക കൊടുത്തോ, ഇതൊക്കെ ഒരുവിധം നോക്കിയിട്ട് 90% ആൾക്കാരും വീടുകൾ കൊടുക്കുകയുള്ളൂ. അങ്ങനെ അല്ലാതെ വീട് കൊടുത്താൽ വീട്ടുകാരനെ പുറത്താക്കി അയാൾ വാടകയ്ക്ക് എടുത്ത ആളുടെ വീട് സ്വന്തമാക്കിയെന്നും വരും, പൈസ കൊടുക്കാൻ തന്നെ സ്വന്തമാക്കിയെന്നും വരും. അതേപോലെ നമ്മുടെ മനസ്സിൽ ആദ്യം ഉദിക്കുന്ന ചെറിയ ദുശ്ചിന്തയുടെ തീപ്പൊരി, ചെറിയ തീപ്പൊരിയാണെങ്കിൽ നമുക്ക് അണയ്ക്കാൻ എളുപ്പമായിരിക്കും. ആദ്യമേ നമ്മൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ആ ചെറിയ തീപ്പൊരി വലിയ കാട്ടുതീയായി വരും. അങ്ങനെ എത്ര ജീവികളെയും ഗ്രാമങ്ങളെയും അത് നശിപ്പിക്കും. ആദ്യം വരുന്ന ചിന്ത നമ്മുടെ കയ്യിലല്ല, ആ ചിന്തയെ പോഷിപ്പിക്കണോ വേണ്ടയോ എന്ന് നമ്മുടെ കയ്യിലാണ്. ഒരാൾ വന്ന് ഈ കഞ്ചാവ് വളരെ നല്ലതാണ്, ഒരു ശകലം കഴിച്ച് നോക്കും, ഒരാളോ നമ്മളെ പറയാണ്, അത് ഉള്ളിൽ കിടക്കുകയാണ്, അവനിങ്ങനെ പറഞ്ഞല്ലോ, ഇത് വലിച്ചാൽ എന്താണ് അപകടം. പിന്നെ കുറെ കുടിൽ വലിക്കാൻ തോന്നും. പിന്നെ അത് നമ്മൾ ഏതിനെ ലക്ഷ്യമാക്കി അതിലെ കുട്ടികളോട് ഏകാഗ്രത കിട്ടാൻ വേണ്ടി, സ്നേഹം വളരാൻ വേണ്ടി ഒരു ശകലം കഴിച്ച് നോക്കും, ഒരാളോ നമ്മളെ പറയാണ്, അത് ഉള്ളിൽ കിടക്കുകയാണ്, ഇത് കഴിച്ചിട്ട് പലരും വെട്ടും കുത്തി നടത്തിയിട്ടാണ് ഇട്ട്. ഏകാഗ്രത തൽക്കാലം കിട്ടും തോന്നും, പിന്നെ ഇരട്ടി വേണമെന്ന് തോന്നും, അതിൻ്റെ പുറകെ പോകും, പഠിത്തം നിർത്തണമെന്ന് പോകും. ഇതാണ് സ്വാതന്ത്ര്യം നീച്ച്. പിന്നെ ആരോടും അച്ഛനോടും അമ്മയോടൊന്നും ബന്ധമില്ല. പിന്നെ വട്ടിലേക്ക് പോകും, ഡിപ്രഷനാകും. ആ ഡിപ്രഷനായ ഒരാൾ പിന്നെ കല്യാണം കഴിക്കാൻ കഴിച്ച് പിന്നെ അതിലുണ്ടാകുന്ന കുട്ടികൾക്ക് ഡിപ്രഷനാകും. അപ്പോൾ എത്ര തലമുറയാണ് ഇങ്ങനെ നശിപ്പിക്കുന്നത് ഒരു ശകലം കാര്യത്തിന് വേണ്ടി, ഒരു നിമിഷത്തെ തന്നെ മറന്ന് ഞരമ്പിനെ മരവിച്ചുള്ള ഒരു സ്വപ്നാസ്വാദത്തിന് വേണ്ടി എത്ര ജന്മതലമുറയാണ് നശിപ്പിക്കുന്നത്. കഷ്ടപ്പെട്ട് പഠിപ്പിച്ച അച്ഛനമ്മമാരുടെ കാര്യം ജീവിതം, അവർ കരച്ചിലും കണ്ണുനീരും ഇല്ലാത്ത പൈസ ഉണ്ടാക്കി മക്കളെ പഠിപ്പിക്കാൻ വിടുക. യുദ്ധത്തേക്കാൾ പേടിക്കേണ്ട കാര്യം ഇതാണ്. അപ്പം നമ്മൾ ചിന്തിക്കണം, ഇത് വലിച്ചവർക്കുണ്ടായ, അപ്പം ഇങ്ങനെ പറഞ്ഞു ശരി, ഇപ്പം അങ്ങനെ വലിച്ചു ശീലിച്ചവർക്കുണ്ടായ ഇതെന്തൊക്കെയാണ്.
അല്ലെങ്കിൽ ആർക്ക് ഡിപ്രഷൻ ഉണ്ടായി, അല്ല ആരൊക്കെ ഇങ്ങനെ ഇതൊക്കെ സംഭവിച്ചു, ഇങ്ങനെയൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് ഇതിനെ ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും പാടുള്ളൂ.